അടുത്ത വഴി നോക്കിയതിനെന്ന് ഉദ്ദേശം തന്നെ ഇറക്കി വിടുമെന്ന് ചോദിച്ചു. ഹലോ, അപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എനിക്കുണ്ടായിട്ടുള്ളൊരു ഇൻസിഡൻറ്റ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആക്ച്വലി ഞാനൊരു 3-4 വട്ടം ആലോചിച്ചു ഇതിങ്ങനെ ചെയ്യണോ വേണ്ടേ, പക്ഷേ എന്നെപ്പോലെ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ആർക്കെങ്കിലും ഇതുകൊണ്ട് ഉപകാരം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നല്ലതായിരിക്കുമല്ലോ വിചാരിച്ചിട്ട് ഞാൻ ചെയ്യുന്നതാണ്. നവംബർ 31 ഞാൻ ആലപ്പുഴയിൽ നിന്ന് ചങ്ങനാശ്ശേരിക്ക് വരുന്ന വഴിക്ക് ബസ്സിലാണ് ഞാൻ വന്നത്. അപ്പോൾ ഞാൻ KSRTC സ്റ്റാൻഡിൽ നിന്ന് ബസ് കയറി. എന്നോട് ടിക്കറ്റ് എങ്ങോട്ടേക്കാണെന്ന് കണ്ടക്ടർ ചോദിച്ചു. ഞാൻ അപ്പോഴത്തേക്ക് ചങ്ങനാശ്ശേരിയിലേക്കാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു തീർന്നതും എനിക്ക് ടിക്കറ്റ് എടുത്ത് തന്നു. ടിക്കറ്റ് കീറി തന്നു. അപ്പോൾ ഞാൻ ടിക്കറ്റിനകത്ത് നോക്കിയപ്പോഴത്തേക്ക് അതിനകത്ത് പേയ്മെൻറ്റ് മെത്തേഡ് ക്യാഷ് എന്ന് കൊടുത്തു. ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഞാൻ ആലപ്പുഴയിലേക്കോ അല്ലെങ്കിൽ കോട്ടയത്തേക്കൊക്കെ പോകുമ്പോഴത്തേക്ക് നമുക്കിങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് KSRTCയിൽ GPay ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്യാനായിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പം ഞാൻ ഇതുവരെ പോയിരിക്കുന്നത് വെച്ചിട്ട് എൻ്റെ അടുത്തേക്ക് അവർ ചോദിച്ചിട്ടുണ്ട്, കണ്ടക്ടേഴ്സൊക്കെ ഞാൻ പോയിട്ടുള്ള ബസ്സിലൊക്കെ എന്നോട് ഇങ്ങോട്ട് ചോദിച്ചിട്ടുണ്ട് GPay ആണോ അല്ലെങ്കിൽ ക്യാഷ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ചില ആൾക്കാരോട് ഞാൻ അങ്ങോട്ടും പറഞ്ഞിട്ടുണ്ട് സാർ GPay ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു ഓപ്ഷൻ അതിനകത്തുണ്ട്. അപ്പോൾ ഈ സാർ ഞാനത് പറയുന്നതിന് മുന്നേ അതായത് ഞാൻ ചങ്ങനാശ്ശേരി എന്ന് പറഞ്ഞു, ഞാൻ എൻ്റെ ബാഗിൻ്റെ സിബ് ഒന്ന് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് സിബ് ഒന്ന് ഇതിടുന്ന ടൈമിൽ ഈ കണ്ടക്ടർ എൻ്റെ കയ്യിൽ ടിക്കറ്റ് കയറി തന്നു. അപ്പം ഞാൻ അദ്ദേഹത്തിനോട് വളരെ മാന്യമായിട്ട് ഞാൻ സാർ എന്ന് വിളിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു, സാർ എൻ്റെ കയ്യിൽ ഓൺലൈൻ പേയ്മെൻ്റ് ആയിരുന്നു, ക്യാഷ് അല്ലായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ഈ സാറ് കുറച്ച് ആൾക്കാരുണ്ടായിരുന്നുള്ളൂ, എങ്കിലും ആ ഉണ്ടായിരുന്ന ആൾക്കാർ കാണുകെ വളരെ ഉച്ചത്തിൽ എൻ്റെ അടുത്ത് പറഞ്ഞു, അത് ഞാനാണോ പറയേണ്ടത്, അത് നിങ്ങളാണ് പറയേണ്ടതെന്ന് പറഞ്ഞു. ഓക്കെ, ഞാനത് അക്സെപ്റ്റ് ചെയ്തു. ശരി, എനിക്കത് പറയാനുള്ള ടൈം കിട്ടിയില്ല. അപ്പോഴും എനിക്കതിന് ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഈ ആൾ ഞാൻ പറഞ്ഞതും എനിക്ക് അപ്പം തന്നെ ടിക്കറ്റ് കീറി തരുമായിരുന്നു. അപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു, സാർ എനിക്കത് പറയാൻ സമയം കിട്ടിയില്ല, ഞാൻ അപ്പോഴത്തേക്ക് ഫോൺ എടുക്കുമായിരുന്നു എന്ന് പറഞ്ഞാൽ പുള്ളി പറയാം, നിങ്ങൾ ഫോൺ എടുത്താൽ ഞാൻ ആലോചിക്കണം നിങ്ങൾ GPay ചെയ്യാനാണ്. ഓക്കെ, അതെല്ലാം ഞാൻ അക്സെപ്റ്റ് ചെയ്തു. ഓക്കെ, പുള്ളിക്കാരൻ എനിക്ക് കീറി തന്നു, ടിക്കറ്റ് കീറി തന്നു. അപ്പോൾ ക്യാഷ് കൊടുത്തേ പറ്റൂ. ആ സിറ്റുവേഷനിൽ എൻ്റെ കയ്യിൽ ആകെപ്പാടെ ചങ്ങനാശ്ശേരിയിൽ നിന്ന് വീട്ടിൽ ഞാൻ പോകുന്ന സമയം ഏതാണ്ട് ഒരു 7 മണി, അറൗണ്ട് ഒരു 7 മണിക്ക് അടുത്താണ്. അപ്പോൾ എനിക്ക് ചങ്ങനാശ്ശേരി വന്നു കഴിഞ്ഞിട്ട് ഓട്ടോ കയറി പോകാനുള്ള കാശ് മാത്രമേ എൻ്റെ കയ്യിലുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ സിറ്റുവേഷനിലാണ് ഞാൻ പറഞ്ഞത്, സാർ എനിക്ക് ഓൺലൈനായിരുന്നു പേയ്മെൻറ്റ് ചെയ്യേണ്ടിയിരുന്നെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ആളിങ്ങനെയൊക്കെ എൻ്റെ അടുത്ത് സംസാരിച്ചു. അത് കഴിഞ്ഞിട്ട് അവിടം വരെ കാര്യങ്ങളൊക്കെയാണ്. ഞാൻ ഉണ്ടായിരുന്ന കാശ് എടുത്ത് കൊടുത്തു. അപ്പോൾ ഞാൻ ആ ക്യാഷ് കൊടുത്ത ടൈമിൽ ഞാൻ ആളോട് ചോദിച്ചു, സാർ എൻ്റെ കയ്യിൽ ഈ ക്യാഷ് ഇല്ലായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്തേനെന്ന് ചോദിച്ചു. അപ്പോഴത്തേക്ക് പുള്ളിക്കാരൻ പറയുവാണ്, അതിൻ്റെ വഴി ഞാൻ അപ്പം നോക്കിയേനെ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, അടുത്ത വഴി നോക്കിയേനെന്ന് ഉദ്ദേശം തന്നെ ഇറക്കി വിടുമെന്ന് ചോദിച്ചു. അപ്പം ഇതിന് മുന്നേയും ഞാൻ ബസ്സിന് വന്ന ടൈമിലാണെങ്കിൽ കൂടി കണ്ടക്ടേഴ്സിന് എൻ്റെ കയ്യിൽ ക്യാഷ് ഇല്ല എന്ന് പറഞ്ഞ ടൈമിൽ, അപ്പോൾ ആ ബസ്സിൽ എനിക്ക് തോന്നുന്നു ഈ സിസ്റ്റം വന്ന് കഴിഞ്ഞിട്ട് കുറച്ച് നാളെന്തോ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോഴത്തേക്ക് ആ കണ്ടക്ടർ എൻ്റെ കയ്യിൽ നിന്ന് ആളുടെ GPayയിലേക്ക് ക്യാഷ് മേടിച്ചിട്ട് എനിക്ക് ടിക്കറ്റ് തന്നിട്ടുണ്ട്. ഇവിടെ വരെ കാര്യങ്ങളൊക്കെയാണ്. ഞാനത് ചോദിച്ചു, ആൾ തിരിച്ചു പറഞ്ഞു. അപ്പോൾ ആളെൻ്റെ അടുത്ത് വളരെ മോശമായിട്ട് ഒച്ചത്തിലാണ് സംസാരിച്ചത്. അപ്പോൾ ആ ടൈമിൽ എനിക്ക് കുറച്ച് ദേഷ്യം വന്നപ്പോഴത്തേക്ക് ഞാനും കുറച്ച് ഒച്ചത്തിൽ സംസാരിച്ചെന്നല്ല, ഞാൻ സാർ എന്ന് തന്നെ രീതിയിൽ തന്നെ സംസാരിച്ചു. കാരണം എനിക്കൊരു പരിചയമില്ലാത്ത ആൾക്കാരെ മുന്നിൽ വെച്ച് ഒരു കാര്യമില്ലാതെ എൻ്റെ അടുത്ത്, അത് എൻ്റെ മിസ്റ്റേക്ക് കൂടിയല്ല, അല്ലാഞ്ഞിട്ട് കൂടി എൻ്റെ അടുത്ത് കയറി ദേഷ്യപ്പെട്ടപ്പോഴത്തേക്ക് എനിക്കും ദേഷ്യം വന്നു. ഞാനും തിരിച്ച് സംസാരിച്ചു ഈ കാര്യങ്ങൾ. അത് കഴിഞ്ഞ് ഈ കണ്ടക്ടർ എന്ത് ചെയ്യുന്നു വെച്ചാൽ എൻ്റെ മുന്നിലിരുന്ന പാസഞ്ചേഴ്സിനടുത്ത് ചെന്നിട്ട്, എനിക്കൊരു പരിചയമില്ല ഇവരെ ആരെയും. അപ്പം അങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്ത്, അല്ലേ ഞാൻ ചോദിക്കണം അവരുടെ അടുത്ത് GPay ആണോ ക്യാഷ് ആണോ എന്ന് നമ്മൾ ചോദിക്കണം, അതല്ലേ എൻ്റെ ജോലി, എൻ്റെ ജോലി അതല്ലേ എന്നുള്ള. പിന്നെ ഇവരുടെ ജോലി എന്താണ്? നമ്മളല്ലല്ലോ സർക്കാരിന് ശമ്പളം മേടിക്കുന്ന ആൾക്കാർ. അപ്പോൾ ഇവരുടെ ജോലി എന്താണ്? ആ സിറ്റുവേഷനിൽ എനിക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കിയത് എന്താണെന്ന് വെച്ചാൽ, ബാക്കിയായിരുന്ന പാസഞ്ചേഴ്സ് എല്ലാം എന്നെ വളരെ മോശപ്പെട്ടു, ഞാൻ എന്തോ തെറ്റ് ചെയ്തു എന്നുള്ള രീതിക്ക്, എൻ്റെ ഭാഗത്താണ് മിസ്റ്റേക്ക് എന്നുള്ള രീതിക്ക് എന്നെ നോക്കി. സംഭവം ചിലപ്പോൾ നമുക്ക് നിസ്സാരമായിട്ട് തോന്നാം, പക്ഷേ ഞാൻ ഒറ്റയ്ക്ക് ബസ്സിൽ പാസ് ചെയ്യുന്നു, അതൊരു രാത്രി ടൈമാണ്, എനിക്കറിയാത്ത കുറേ ആൾക്കാർ മുന്നിൽ, എനിക്കൊരു പരിചയമില്ലാത്തൊരു കണ്ടക്ടർ എന്നെ കണ്ടക്ടർ എന്നല്ല, ഒരു ജീവനക്കാരൻ എന്നെ മോശപ്പെട്ട്, ഞാൻ തെറ്റ് ചെയ്തു എന്നുള്ള രീതിക്ക് എന്നെ മോശപ്പെടുത്തിയപ്പോഴത്തേക്ക് എനിക്ക് വളരെയധികം ബുദ്ധിമുട്ട് തോന്നി. ഈ സിറ്റുവേഷനിൽ അപ്പോഴാണ് എനിക്ക് ആ ബോധം വന്നത്. ഈ സിറ്റുവേഷനിൽ ഞാൻ KSRTC അത് ഗൂഗിളിൽ കയറിയിട്ട് KSRTCയിൽ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യുന്ന നമ്പർ നോക്കി. ഞാൻ ഒരു 3 നമ്പറിലെങ്കിലും വിളിച്ചു. അപ്പം വിളിച്ച ലൈനൊക്കെ ബിസി ആയിരുന്നു. പക്ഷെ ഞാൻ വീണ്ടും ട്രൈ ചെയ്തു. കാരണം എനിക്ക് പെട്ടെന്ന് എന്തോ പോലെ ആയിപ്പോൾ എനിക്ക് വളരെ ബുദ്ധിമുട്ട് ഫീൽ ചെയ്തു. ആ ടൈമിൽ രാത്രിയും കൂടെ ആയതുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാത്തതുകൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ ചെയ്തു. ഒരു 3-4 തവണ ഞാൻ മാറി മാറി വിളിച്ചപ്പോഴത്തേക്ക് ഒരു ലൈനിൽ കണക്റ്റായി. അതൊരു മാഡമായിരുന്നു എൻ്റെ അടുത്ത് സംസാരിച്ചത്. വളരെ മാന്യമായിട്ട് എൻ്റെ അടുത്ത് സംസാരിച്ച് എൻ്റെ പേരും അഡ്രസ്സും ഒക്കെ ചോദിച്ചു, എൻ്റെ കംപ്ലയിൻറ്റ് എന്താണെന്ന് ചോദിച്ച് മനസ്സിലാക്കി. എന്നിട്ട് ടിക്കറ്റിനകത്തുനിന്ന് ബസ്സിൻ്റെ നമ്പർ, എനിക്ക് പെട്ടെന്ന് അത് എങ്ങനെയാണ് എന്തോ ഒരു നമ്പർ എൻ്റെ അടുത്ത് ചോദിച്ചു, എനിക്കത് എന്താണെന്ന് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയില്ല. എന്നിട്ട് ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോഴത്തേക്ക് ബസ്സില്ല, അത് ഡ്രൈവറിൻ്റെ സീറ്റിൻ്റെ സൈഡിലായിട്ട് ബസ്സിൻ്റെ നമ്പർ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അതും പറഞ്ഞു കൊടുത്തു, ഇന്ന ടൈമിലാണ്, ഞാൻ ഇപ്പോഴും ബസ്സിൽ തന്നെയാണ്, എനിക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു കാര്യമാണെന്നുള്ള രീതിക്ക് തന്നെ ഞാൻ ഈ സംഭവം പറഞ്ഞു കൊടുത്തു. അപ്പോൾ എന്നോട് പറഞ്ഞു,
ഓക്കെ മാം ഞങ്ങളൊന്ന് നോക്കട്ടെ ഏത് റൂട്ടിലാണ് ആരാണെന്നൊക്കെ നോക്കിയിട്ട് വിളിക്കാമെന്ന് പറഞ്ഞു. ഞാൻ ഇതിപ്പോൾ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ആ ഒരു 2 മിനിറ്റിന് ഞാൻ എൻ്റെ കോള് കട്ട് ചെയ്തൊരു 5 മിനിറ്റിന് മുന്നേ തന്നെ ഈ കണ്ടക്ടറിന് കോള് വന്നു. അപ്പം ആ സാർ അവിടെ നിന്നിട്ട് സംസാരിക്കുന്നുണ്ട്. അങ്ങനെയല്ല, ഞാൻ പറഞ്ഞിരുന്നു, ഞാൻ ചോദിച്ചു എന്നുള്ള രീതിക്കൊക്കെ പുള്ളി സംസാരിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് അപ്പം അവിടെ ഉണ്ടായ ഒരു സന്തോഷം, എനിക്ക് ആളെ അവിടെ ചീത്ത പറഞ്ഞതോ അവർ ചിലപ്പോൾ ആളോട് ദേഷ്യപ്പെട്ടുണ്ടാവാം, അല്ലെങ്കിൽ അയാളുടെ ജോലിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടാവാം. പക്ഷേ എനിക്ക് അവിടെ സന്തോഷം വന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അടുത്ത സിസ്റ്റം ഒരുപാട് മാറി എന്നുള്ളതിലാണ്. ഭയങ്കര സന്തോഷമായി. ഞാനൊരു കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യുന്നു, 10 മിനിറ്റിന് മുന്നേ തന്നെ ആ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്ത ആളെ, അല്ല ആർക്കെതിരെയാണ് ഞാൻ ആ കംപ്ലയിൻറ്റ് പറഞ്ഞത് അയാളെ വിളിക്കുന്നു, വിവരങ്ങൾ തിരക്കുന്നു, അറ്റ്ലീസ്റ്റ് വിവരമെങ്കിലും തിരക്കുന്നു. എനിക്കപ്പം എൻ്റെ കൂടെ ഇരുന്ന ആൾക്കാർക്കായിക്കോട്ടെ, എൻ്റെ അടുത്തിരുന്ന ആൾക്കാർ അതൊക്കെ അതിനെപ്പറ്റി വിശദമായിട്ട് ചോദിക്കുന്നു. അപ്പം ഞാൻ എക്സ്പെക്റ്റ് ചെയ്തിരുന്നില്ല ഈ സംഭവം എന്താണെന്ന്. ഇങ്ങനെ ഉണ്ടാവും, പെട്ടെന്ന് തന്നെ ഒരു ആക്ഷൻ ഉണ്ടാവും എന്നൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാൻ ബസ്സിൽ നിന്ന് ബസ് കൊണ്ട് സ്റ്റാൻഡിൽ നിർത്തിയതിന് ശേഷം ഞാനും ആ കണ്ടക്ടറും തമ്മിൽ സംസാരിച്ച് ഞാൻ പറഞ്ഞു എനിക്ക് സാറിനോട് വ്യക്തിപരമായിട്ട് ഒരു വൈരാഗ്യവും ഇല്ല, എനിക്ക് സാറിന് ജോലി കളയണമെന്നില്ല. പക്ഷേ എന്നെപ്പോലുള്ള ആൾക്കാർ എന്ത് വിശ്വാസത്തിലാണ് ഇതിനകത്ത് യാത്ര ചെയ്യേണ്ടത്? നിങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് ഒരു എന്തെങ്കിലും രീതിയിലൊരു ബുദ്ധിമുട്ടുണ്ടായി അത് ഞങ്ങളുടെ അടുത്തോട്ട് അല്ലെങ്കിൽ ആരുടെ അടുത്ത് തീർക്കാന്നുള്ളൊരു രീതി ആവരുത്. പിന്നെ സാറിൻ്റെ ഭാഗത്തെ മിസ്റ്റേക്കിനെ എന്നെ കുറ്റപ്പെടുത്തി പറഞ്ഞതും എനിക്കിഷ്ടപ്പെട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തതെന്ന് ഞാൻ വിളിച്ചു പറഞ്ഞു. അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഏതെങ്കിലും രീതിയിൽ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് തോന്നിയാൽ ബാക്കിയുള്ളവർ എന്ത് ചിന്തിക്കുക എന്ന് വിചാരിച്ചിരിക്കാതെ നമുക്ക് എന്താണോ അവിടെ ഫീൽ ചെയ്തത്, ഇപ്പോൾ എനിക്കത് മോശപ്പെട്ടതായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ അതിനെതിരെ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. നമുക്ക് സേഫായിട്ട് പോകാൻ പറ്റും എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ ആരും ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ പാനിക് ആവാതെ ഇങ്ങനെ നമുക്കിത് ഹെൽപ്പ് ചെയ്യാൻ ആൾക്കാരുണ്ട്. എനിക്ക് തിരിച്ച് അവിടുന്ന് ഒരു കോള് വന്ന് എൻ്റെ അടുത്ത് അത് ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചപ്പം ഞാൻ വിചാരിച്ചു ഇത്ര ഫാസ്റ്റായിട്ട് അതിനൊരു ആക്ഷൻ ഉണ്ടാകുമെന്ന് വിചാരിച്ചില്ല. പക്ഷേ അത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി. ഇത് നിങ്ങളോട് അറിയിക്കണം എന്നും കൂടി എനിക്ക് തോന്നി. ഇങ്ങനെ നിങ്ങൾക്കൊരു സിറ്റുവേഷൻ ഉണ്ടാവുകയാണെങ്കിൽ ഉറപ്പായിട്ടും എന്തായാലും ഹെൽപ്പ് ചെയ്യാൻ ഇതുപോലെ ആൾക്കാരുണ്ടാവും. അതിനൊക്കെയാണ് നമ്മുടെ ഈ നാട്ടിൽ ഈ സിസ്റ്റവും ഈ ഹെൽപ്പ് ലൈനും ഒക്കെ ഉള്ളത് എന്നുകൂടെ പെട്ടെന്ന് ആലോചിക്കണം. യാതൊരു ബുദ്ധിമുട്ടും തോന്നാതെ നമ്മൾ ഒരു മടിയും വിചാരിക്കാതെ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വിളിച്ച് സംസാരിക്കാനുള്ളൊരു ആ ഒരു സ്റ്റേജിലേക്ക് നമ്മൾ എത്തണം. ഇപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ വളരെ വിഷമിച്ചിരുന്നിരുന്നെങ്കിൽ, ഞാൻ വീട്ടിൽ വന്നിരുന്നെങ്കിൽ ഞാൻ അപ്പം ചിന്തിക്കും ഞാൻ എന്തുകൊണ്ട് അങ്ങനെ സംസാരിച്ചില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് ഒരു കംപ്ലയിൻറ്റ് കൊടുത്തുവിടായിരുന്നു. പിന്നെ ഞാൻ എൻ്റെ വീട്ടിൽ സംസാരിക്കും, അവരാണെങ്കിലും പറയും ഇനിയിപ്പോൾ വിട്ടേരി എന്നുള്ള രീതിക്ക് തന്നെ സംസാരിക്കത്തുള്ളൂ. പക്ഷെ അങ്ങനെയല്ല, നമുക്ക് സുരക്ഷിതമായിട്ട് എല്ലാ സ്ഥലങ്ങളിലും നിൽക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇങ്ങനൊരു നമ്മളെ സഹായിക്കാൻ ആൾക്കാരുണ്ട്, ഇങ്ങനൊരു ഹെൽപ്പ് ലൈൻ ഉണ്ട്, അല്ലെങ്കിൽ അത് ആക്റ്റീവ് ആണെന്നും കൂടെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അത്രേ ഉള്ളൂ. താങ്ക് യു.